യൂണിവേഴ്സിറ്റിയിലെ 27th ഏപ്രിലില് ഒരു മാർക്കറ്റില് നമ്മുടെ ആൻസിപ്പേഷൻ എന്താണെന്നുള്ളതിനെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം 1 മന്ത് ചാർട്ടിലോട്ട് പോകാം. മന്ത്ലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു മേജർ ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്കിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു എക്സ്ട്രീം ഓർഡർ ബ്ലോക്ക് ആണ്. സോ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്, റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മന്തിൽ തന്നെ 1 മന്ത് ചാർട്ടിൽ തന്നെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഈ ഒരു സ്വീപ്പിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓർഡർ ബ്ലോക്കിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിയാക്ഷൻ കൂടിയാണ്. അതേപോലെ തന്നെ ഇനി ഇതൊരു 1 വീക്ക് ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ 1 വീക്ക് ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിലും വീക്ക്ലി ക്യാൻഡിലും ക്ലോസ് ഓൺ ചെയ്തിട്ടില്ല. വീക്ക്ലി ക്യാൻഡിലും അവിടെ എന്താണ് സ്വീപ്പാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം മാർക്കറ്റിൽ ഒരു MSS അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. റീസെന്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് MSS ഇവിടെ നമുക്ക് കിട്ടിയതായിട്ട് കാണാൻ പറ്റും. അതിനുശേഷം ഒരു 1 ഡേ ടൈം ഫ്രെയിമിൽ പോകുമ്പോൾ നമ്മളൊരു ഡൗൺ സൈഡ് ഡൗൺ ഫാൾ എക്സ്പെക്ട് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഭാഗത്ത് നിന്ന് റിവേഴ്സ് ആയി എന്നുള്ള രീതിയിൽ ഒരു ആന്റിസിപ്പേഷൻ സംസാരിക്കുകയാണെങ്കിൽ, നമ്മുടെ മാർക്കറ്റ് ഇവിടെ ഇൻഡ്യൂസ്മെന്റ് എടുത്തിട്ട് ഡൗൺ എക്സ്പെക്ടേഷനിൽ ഇവിടെയാണ് ഇൻഡ്യൂസ്മെന്റ് വരുന്നത്. ഇൻഡ്യൂസ്മെന്റ് എടുത്തിട്ട് ആദ്യം കാണുന്ന എന്താണ് സപ്ലൈയില്, ഇതാണ് ഫസ്റ്റ് സപ്ലൈ എന്ന് പറയുന്നത്. ഇത് മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഡൗൺ സൈഡിലോട്ടുള്ള മാർക്കറ്റിലൊരു മൂവ്മെന്റും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഡൗൺ സൈഡ് ഒരു മൂവ്മെന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെ നമുക്ക് സ്ട്രക്ചർ പ്രകാരം നമ്മളുടെ ആന്റിസിപ്പേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് ലോ എന്ന് പറയുന്നത് ഇവിടെ വരുന്നുള്ളതാണ്. സോറി, ഏകദേശം ഇതുവരെ മാർക്കറ്റ് പാളി എന്നുള്ളതാണ് നമ്മുടെ ഒരു വ്യൂ എന്നുള്ളത്. അതായത് ഇവിടെ നിന്ന് മാർക്കറ്റ് ഇതുവരെ ഒരു പാള് കിട്ടും എന്നുള്ളതാണ് എക്സ്പെക്ടേഷൻ ഉള്ളത്. നമുക്കൊരു 4 hour ടൈം ഫ്രെയിം കൂടി നോക്കാം. അല്ല, അതിനൊപ്പം തന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 1 hour ടൈം ഫ്രെയിമിൽ ലാസ്റ്റത്തെ ഈ ഒരു സ്ട്രക്ചറിന് ശേഷം, അതായത് ഇതാണ് ലാസ്റ്റ് ഇത് ഇൻവെസ്റ്റ്മെന്റ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം മാർക്കറ്റ് ബൂം ആയിരിക്കുന്ന അറൗണ്ട് ഈ ഒരു രീതിയിലാണ്. ഇവിടെ നിന്നും ഈ ഒരു ഹൈ വരെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്പിലോട്ട് പോയിട്ടുണ്ട്. സോ നമ്മളുടെ ഒരു ആന്റിസിപ്പേഷൻ അല്ലെങ്കിൽ നമ്മളൊരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് 50% ഓഫ് ദിസ് റേഞ്ച് ആണ്. ഈ ട്രേഡിംഗ് റേഞ്ചിന്റെ ഒരു 50%. അതായത് ഇവിടെ ഞാൻ ലോജിക്ക് പറഞ്ഞുതരാം. നമുക്ക് മേജർ ആയിട്ട് നമ്മുടെ വ്യൂ എന്താ ഉള്ളത്, മാർക്കറ്റ് ഇവിടെ നിന്നും മാർക്കറ്റ് എങ്ങോട്ട് പാളി എന്നുള്ള ഇതുവരെ പാളി എന്നുള്ളതാണ് നമ്മുടെ ആന്റിസിപ്പേഷൻ ഉള്ളത്. ഓക്കെ, റിവ്യൂ ഉള്ളത്. പക്ഷെ ഇവിടെ ഇൻ കേസ് മാർക്കറ്റിൽ എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്, ഇവിടെ നിന്നൊക്കെ റിയാക്ട് ചെയ്തിട്ട് മാർക്കറ്റ് മേലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് ഇതിപ്പോ ഒരു വാലിഡേറ്റ് ചെയ്യും അല്ലെങ്കിൽ കൺഫേം ആയിട്ട് വാലിഡേറ്റ് ചെയ്യും എന്നുള്ള ഒരു 100% ഷുവർട്ടി ഒന്നും നമുക്ക് എന്ത് വരാൻ പറ്റില്ല, 100% കിട്ടില്ല. എന്നാൽ കൂടി അവിടം വരെ ഒന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. താഴെ വരെ പോകുന്നുള്ള നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് സേഫ് ആയിട്ട് ഇതുവരെ പോകും. അതായത് ഇങ്ങോട്ട് പോകാൻ ഒരു 60% സാധ്യത ഉണ്ടെങ്കിൽ മച്ച് ബെറ്റർ സാധ്യതയുള്ള അതർ പോർഷൻ ഏതാണ്. അപ്പൊ മാർക്കറ്റ് താഴോട്ട് പോകണമെങ്കിലും ഈ റേഞ്ച് വരണം. അതല്ല, മാർക്കറ്റിന് റിവേഴ്സ് പോവുകയാണെങ്കിലും ഒരു ട്രേഡിംഗ് റേഞ്ചിന്റെ 50% മോസ്റ്റ് പ്രോബബിലി ഹിറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്യുക, റിവേഴ്സ് ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ ആ രീതിയിൽ നമ്മളൊന്ന് കൺസിഡർ ചെയ്യുമ്പോൾ ഇതാണ് അതിന്റെ ഒരു 50% എന്ന് പറയുന്നത്. ആ 1 ഡേ ടൈം ഫ്രെയിമിൽ അപ്പൊ ഇതാണ് നമ്മുടെ ഒരു 50%. സോ മാർക്കറ്റ് ഹയർ ചാൻസ് ആണ് എന്ത് ഈ 50%ലോട്ട് വന്ന് റീച്ച് ചെയ്യാൻ. വൺസ് അവിടെ നിന്നായിരിക്കണം ഇൻ കേസ് മേലോട്ടാണ് പോകുന്നതെങ്കിൽ മേലോട്ട് പോകാനുള്ള സാധ്യത. അപ്പൊ നമുക്ക് 50% വരെ ഒരു ഹയർ ചാൻസ്. നേരത്തെ 60% ഉള്ളത് ഇപ്പൊ ഒരു 65 അല്ലെങ്കിൽ 70% വരെ നമുക്ക് എന്തായി ഡൗൺ സൈഡ് പോകാൻ പോസിബിലിറ്റി അല്ലെങ്കിൽ പോകാൻ സാധ്യതയുള്ള ഒരു ഏരിയ കിട്ടും. ഫൈൻ. ഇനി നമ്മൾ ജസ്റ്റ് 4 hour നമ്മൾ ഓൾറെഡി നോക്കി. എന്നാലും ഏരിയ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 2 ഏരിയാസ്, അതായത് പറയുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു ഹൈക്ക് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടല്ലോ, വന്ന് ലിക്വിഡിറ്റി എടുത്ത് ഇൻവെസ്റ്റ്മെന്റ് എടുത്തിട്ടാണ്. അതായത് ഇതൊരു ട്രേഡിംഗ് റേഞ്ച് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് കയറി
ഇതൊരു ഇൻഡ്യൂസ്മെന്റ് ആണ്, ഇതൊരു ഇൻഡ്യൂസ്മെന്റ് ആണ്. മാർക്കറ്റ് താഴെ വന്ന് ഈ ഒരു ഓർഡർ ബ്ലോക്ക് എടുത്തിട്ട് മാർക്കറ്റ് പോവാണെന്നുള്ളൊരു തിയറി. ഓർഡർ ബ്ലോക്ക് സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് പോവാണെന്നുള്ളൊരു തിയറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കൊണ്ടുവരാനായിട്ട് പറ്റും. കാരണം ഇത് തന്നെയാണ് ഈ ട്രെൻഡിന്റെ ലാസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. കാരണം ഇവിടെ ഇൻഡ്യൂസ്മെന്റ് എടുത്തിട്ട് മാർക്കറ്റ്, സോ ഒരു 4 hour ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ 50% ആണ് ഹയർ ചാൻസ് എന്നുള്ളത്. ഇതിന്റെ 50% ആണ് ഹയർ ചാൻസ്. അത് ഓൾറെഡി മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ഇപ്പൊ ഒരു അപ്സൈഡ് പോലെ ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഓവറോൾ ആന്റിസിപ്പേഷൻ ഡൗൺ സൈഡ് ആയതുകൊണ്ടും ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവുന്നതുകൊണ്ടും ഇവിടെ നിന്നെല്ലാം നമുക്കൊരു ക്വിക്ക് ആയിട്ട് മാർക്കറ്റ് ഡൗൺ സൈഡ് എക്സ്പെക്ടേഷൻ കിട്ടിയതുകൊണ്ടും ഇനി നമ്മുടെ അടുത്ത വ്യൂ എന്ന് പറയുന്നത് മാർക്കറ്റിന് ഈ 50%-ലോട്ട് അല്ലെങ്കിൽ ഏറ്റവും താഴെ ഓർഡർ ബ്ലോക്കിലൊക്കെ പോകണം. ഇപ്പൊ 4 hour നോക്കുമ്പോൾ നമുക്ക് ഇതൊരു ലോ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, എക്സാമ്പിൾ ഇതൊരു ലോ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോഴാണ് ആ ഒരു ഓർഡർ ബ്ലോക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് വന്ന് മിറ്റിഗേറ്റ് ചെയ്യുന്നത്. അതിന് മുന്നുള്ള ഇൻഡ്യൂസ്മെന്റ് ആയിട്ട് നമുക്ക് ഇതെടുക്കാൻ പറ്റും. സോ ഞാൻ തിങ്ക് ചെയ്യുന്നത് ഹയർ പ്രോബബിലിറ്റി ഉണ്ട് എന്തിന്, ഈ ഒരു ഏരിയയിൽ നിന്നും മാർക്കറ്റ് സ്വിച്ച് ആയി താഴോട്ട് ഫാൾ ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതൊരു ലോവർ ടൈം ഫ്രെയിമിൽ കൺഫേം ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ഡൗൺ സൈഡ് ആന്റിസിപ്പേറ്റ് ചെയ്യാന്നുള്ളതാണ് എന്റെ ഒരു പ്ലാൻ ഉള്ളത്. ഫൈൻ, ഞാൻ 1 hour എടുക്കാം. 1 hour കിട്ടുമ്പോൾ നമുക്ക് ചാർട്ട് കുറച്ചും കൂടി ക്ലീൻ ആണ്. ഇവിടെ നമുക്ക് മേജർ ആയിട്ടുള്ള ഈ ഒരു ഏരിയ അടിച്ചിട്ടുണ്ട്. സോ ഇനിയുള്ളൊരു മേജർ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഓർഡർ ബ്ലോക്ക് തന്നെയാണ്. മേജർ പ്രോബബിലിറ്റി. സോ മാർക്കറ്റ് വൺസ് അതിലോട്ട് മിറ്റിഗേറ്റ് ചെയ്താൽ നമുക്ക് എൻട്രി ഡൗൺ സൈഡിലോട്ട് എക്സ്പെക്ട് ചെയ്യാം. 50 minutes ഓൾസോ മാർക്കറ്റില് ഒരു ക്ലിയർ 50 minutes ഓബി ഉള്ളത് ഇവിടെയാണ്. ക്ലിയർ ഓബി, അൺമിറ്റിഗേറ്റഡ് ക്ലിയർ ഓബി ഉള്ളത് റേഞ്ചിൽ തന്നെയാണ്. അതിനുശേഷം പിന്നൊരു റേഞ്ച് വരുന്നത് ഒരു ക്ലിയർ അൺമിറ്റിഗേറ്റഡ് വരുന്നുണ്ടെങ്കിൽ അത് ഇവിടെയാണ്. ഇത്തരത്തിൽ രണ്ട് ഓബീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഏതിനാണോ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ റിട്ടേൺ കിട്ടുന്നത്. എക്സാമ്പിൾ ഞാൻ ഉദ്ദേശിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ടാപ്പ് ചെയ്യുന്നു, അഗൈൻ വരുന്നു, ഒരു ഇൻഡ്യൂസ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ആ ഇൻഡ്യൂസ്മെന്റിന് ശേഷമുള്ള ഓർഡർ ബ്ലോക്ക് എടുക്കുന്നു, മാർക്കറ്റ് ഫാൾ ചെയ്യുന്നു. ക്ലിയർ. ഈ രീതിയിൽ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായി, കുറച്ചും കൂടി ഞാൻ ഈ ഒരു റേഞ്ചിനകത്തുള്ള മാർക്കറ്റിന്റെ പ്ലേ എങ്ങനെയാണെന്ന് അത് നോക്കും. ഇൻകേസ് അതിന് മുന്നേ മാർക്കറ്റ് ഫാൾ ചെയ്യാണ്, ഇപ്പൊ ഒരു ഇത് വന്നിട്ട് ഇവിടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് വെച്ചിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ ഞാൻ അങ്ങനെ എടുക്കും. പ്ലാൻ ഈ സ്ഥലത്തുള്ള പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ പ്ലാൻസ്. ഓക്കെ, ഇപ്പൊ ഈ ഒരു ഏരിയ നമുക്ക് കിട്ടി. ഈ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് ഫാൾ ആവാനുള്ള ഹയർ ചാൻസ് എന്നുള്ളത് കിട്ടി. സോ ഇവിടെ നിന്നുള്ള ഒരു ഫാളിന് വേണ്ടിയിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. വൺസ് ഇവിടുത്തെ പ്ലേ എങ്ങനെയുണ്ട് നോക്കട്ടെ. ഇവിടുത്തെ പ്ലേൻ അനുസരിച്ച് ഞാൻ മാർക്കറ്റിൽ പ്ലേസ് ചെയ്യാനാണ് എന്റെ പ്ലാനുകൾ. മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ എൻട്രീസ് വരുന്ന 1 minute-ലായിരിക്കും. 1 minute-ൽ അത്യാവശ്യം നല്ല റിസ്ക് റിവാർഡിൽ എൻട്രി പ്ലേസ് ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഒരു $100 ഒക്കെ റിസ്ക് ചെയ്ത് ഒരു സിംഗിൾ 1-2 ട്രേഡിൽ നമ്മൾക്ക് അക്കൗണ്ട് ഒന്ന് പ്രോഫിറ്റബിൾ ആക്കി എടുക്കണം. ഓൾറെഡി അക്കൗണ്ട് 1 നെഗറ്റീവിലാണ് കറന്റ്. നമ്മുടെ എനിക്ക് അക്കൗണ്ട് $137 മാക്സിമം റിസ്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ഒരു $100 ആണ് ഞാൻ റിസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ട്രേഡിൽ $100, അടുത്ത ട്രേഡിൽ $37. നോക്കാം എന്താണ് മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്നത്. നമ്മള് പ്രോഫിറ്റബിൾ ആവോ, അന്വേഷിച്ച് ട്രേഡ് ചെയ്താൽ തന്നെ $300 എനിക്ക് തോന്നുന്നു അക്കൗണ്ടിന്റെ ഒരു 40% കിട്ടും. $4 കുറച്ച് അക്കൗണ്ട് പാസ് ചെയ്തു. എനിവേ നോക്കാം എങ്ങനെയാണ് മാർക്കറ്റിൽ എൻട്രി കിട്ടുന്ന നോക്കിയിട്ട് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം. സോ ഇന്ന് ഇത്രയുള്ള വീഡിയോ. ഞാൻ ഈ വീഡിയോ അപ്ലോഡിൽ ഇട്ടിട്ട് ഞാൻ എന്റെ കുറച്ച് വർക്കുകൾ നോക്കട്ടെ. എനിവേ താങ്ക് യു. ലാസ്റ്റ് വർഷത്തെ ഇത് പറഞ്ഞില്ലല്ലോ, ലാസ്റ്റ് വർഷം ഒരു ലോക്സ് ഉണ്ടായി. അത് ഏകദേശം ഞാൻ ഏതാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഇവിടെയാണോ തോന്നുന്നത്, ഞാനത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അല്ല, അത് ഈ ഭാഗത്താണ്.
ഇവിടെ നിന്ന് ഞാനൊരു ഡൗൺ സൈഡ് ആന്റിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡൗൺ സൈഡ് ഈ ഒരു ഏരിയയിൽ അല്ലാണ്ട് ഡൗൺ സൈഡ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് ഫെയിൽ ആയി. കുഴപ്പമില്ല, നോക്കാം. വേറെ പ്ലാനൊന്നുമില്ല. ഓക്കെ, താങ്ക് യു ഓൾ.